ഹൗ ടു സ്റ്റാർട്ട് ന്യൂ ഹാബിറ്റ്സ്, എങ്ങനെ നമുക്ക് പുതിയ ശീലങ്ങൾ തുടങ്ങാം, അതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. 2020 വാസ് റിയലി എ ലൈഫ് ചേഞ്ചിങ് ഇയർ ഫോർ മീ. 2020 ഞാൻ ഒരുപാട് നല്ല നല്ല പുതിയ ശീലങ്ങൾ തുടങ്ങിയത്. ഐ സ്റ്റാർട്ടഡ് റീഡിങ് ബുക്സ്, ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് വ്ളോഗ്സ്, ഐ സ്റ്റാർട്ടഡ് ഇംപ്രൂവിങ് മൈ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ 2020 എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു. ആൻഡ് ഐ സ്റ്റിൽ റിമെമ്പർ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പുതിയ പുതിയ ഹാബിറ്റ്സ് എൻ്റെ ലൈഫിൻ്റെ പാർട്ടാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ലാസ്റ്റ് ഇയർ ഐ ഇംപ്ലിമെൻറ്റഡ് ദിസ് തിങ് ഇൻ മൈ ലൈഫ്. ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന ഈ ഒരു കാര്യം എൻ്റെ ലൈഫിൽ ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടാണ് ഒരുപാട് പുതിയ പുതിയ ഹാബിറ്റ്സ് എനിക്ക് ലൈഫിൻ്റെ പാർട്ടാക്കി മാറ്റാൻ സാധിച്ചത്. എനിക്കറിയാം ഒരുപാട് പേര് പുതിയ പുതിയ ഹാബിറ്റ്സ്, പുതിയ പുതിയ ശീലങ്ങൾ അവരുടെ ലൈഫിൻ്റെ പാർട്ടാക്കി മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അവരത് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. പക്ഷേ നമുക്കത് ഫിനിഷ് ചെയ്യാൻ സാധിക്കാറില്ല, അല്ലെങ്കിൽ നമുക്ക് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ സാധിക്കാറില്ല. ഐ എം ഷുവർ ദാറ്റ്, എനിക്ക് ഉറപ്പാണ്, നമുക്കെല്ലാവർക്കും പ്രസൻ്റ്ലി ഒരുപാട് ശീലങ്ങളുണ്ടാവും, ഒരുപാട് ഹാബിറ്റ്സുകളുണ്ടാവും. ലൈക്ക് നമ്മളെല്ലാവരും രാവിലെ ബ്രഷ് ചെയ്യാറുണ്ട്, നമ്മൾ ടോയ്ലറ്റിൽ പോകാറുണ്ട്. സോ ഇങ്ങനെ ഒരുപാട് ശീലങ്ങൾ നമുക്ക് റെഗുലറായിട്ടുള്ളതാണ്. Dear all, if you really want to start a new habit, നിങ്ങൾക്കൊരു പുതിയ ശീലം തുടങ്ങണമെന്നുണ്ടെങ്കിൽ try to connect it with your present or current habit. നിങ്ങൾക്കൊരു പുതിയ ശീലം തുടങ്ങാൻ എന്ത് ചെയ്യണം? Try to connect it with your present or current habit. നിങ്ങളുടെ ഇപ്പോഴത്തെ ശീലമായിട്ട് എന്ത് ചെയ്യുക? കണക്ട് ചെയ്തിട്ട് പുതിയൊരു ശീലം തുടങ്ങുകയാണെങ്കിൽ you will definitely continue throughout your life. നിങ്ങളത് എല്ലാ ദിവസവും ചെയ്യും. നമുക്കൊരു പുതിയ ശീലം നമ്മൾ ലൈഫിൻ്റെ പാർട്ടാക്കി മാറ്റുമ്പോൾ നമുക്കത് എല്ലാ ദിവസവും ചെയ്യാൻ നമുക്ക് മടിയാണ്, നമുക്ക് ചെയ്യാൻ തോന്നാറില്ല. പക്ഷെ നമ്മളത് ഒരു കറൻ്റ്ലി ഉള്ള ഒരു ഹാബിറ്റുമായിട്ട് കണക്ട് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഹാബിറ്റ് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ പുതിയ ഹാബിറ്റ് നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഹാബിറ്റ് ചെയ്യുന്നത് കൂടെ നമ്മൾ എന്തും ചെയ്യും? നമ്മളെ പുതിയ ഹാബിറ്റും ചെയ്യും. ആൻഡ് ആസ് പെർ പുതിയ റിസർച്ച് പ്രകാരം, ഇഫ് വി ആർ ഡൂയിങ് എ ന്യൂ ഹാബിറ്റ് ഫോർ ദ കണ്ടിന്യൂസ് 66 ഡേയ്സ് പീരീഡ്, നമ്മളൊരു പുതിയൊരു ഹാബിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് 66 ദിവസം നമ്മൾ ചെയ്യുകയാണെങ്കിൽ that will become a part of our life. അത് നമ്മുടെ ലൈഫിൻ്റെ പാർട്ടായി മാറും. And as per Robin Sharma's words, everything is hard at first and it's messy in the middle and it's gorgeous at the end. നമ്മളൊരു പുതിയ ശീലം തുടങ്ങുന്ന സമയത്ത് ഉറപ്പായിട്ടും ഇനീഷ്യലി നമുക്കത് ഭയങ്കര ഹാർഡായിരിക്കും. And the middle will become really confused. മിഡിൽ സ്റ്റേജിൽ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് കൺഫ്യൂഷൻ വിൽ ബിക്കം ഗോർജിയസ്, വിൽ ബിക്കം സക്സസ്ഫുൾ. ആ ഒരു ഹാബിറ്റ്, ആ ഒരു ശീലം നമ്മുടെ ലൈഫിൻ്റെ പാർട്ടായിട്ട് മാറും. ഡിയർ ഓൾ, നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയ ശീലങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഡെഫിനറ്റായിട്ടും ട്രൈ ടു കണക്ട് ഇറ്റ് വിത്ത് യുവർ പ്രസൻറ്റ് ഓർ കറൻറ്റ് ഹാബിറ്റ് ആൻഡ് ഡു ഇറ്റ് ഫോർ 66 days. ഉറപ്പായിട്ടും that will become part of your life. Thank you for watching this video. I'll see you in the next video. Till then, you take care.